ആലപ്പുഴ ജില്ല എടുക്കുക. ഇപ്പം ഈ 75 വയസ്സ് എന്നുള്ള മാനദണ്ഡം ഒന്നും ഇപ്പം കാര്യമായി പാലിക്കുന്നില്ലെന്നാണല്ലോ കേൾക്കുന്നത്. ഇപ്പം 80 വയസ്സുള്ള MM മണി പോലും മത്സരിക്കും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ജനതാദൾ ഇന്ന് 81 വയസ്സുകാരനായിട്ടുള്ള കൃഷ്ണൻകുട്ടി, ഒരു പുരാവസ്തുവായി മാറിയ പുരാവസ്തു മന്ത്രി 81 വയസ്സുകാരനായിട്ടുള്ള കടന്നാപ്പള്ളി രാമചന്ദ്രൻ, 80 വയസ്സുകാരനായിട്ടുള്ള AK ശശീന്ദ്രൻ, ഇവരൊക്കെ മത്സരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞ് പിണറായി വിജയൻ. സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാക്കാൻ കഴിയുമായിരുന്നത് G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. G. സുധാകരനെ നിർത്തിയിരുന്നെങ്കിൽ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമായിരുന്നു എന്നാണ് CPM-ൻ്റെ അണികൾ വിശ്വസിക്കുന്നത്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ പോലും G. സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ G. സുധാകരൻ്റെ പേരും ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ജയസാധ്യതയാണ് പ്രധാനമെന്ന് പറയുന്നെങ്കിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണ്ടേ? ശൈലജയെ നിർത്തണ്ടേ? G. സുധാകരനെ നിർത്തണ്ടേ? മേഴ്സിക്കുട്ടിയമ്മയെ നിർത്തണ്ടേ? അപ്പോൾ ജയസാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും ജനകീയ അംഗീകാരമുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്തോ ഏറ്റവും അഴിമതിക്കാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അവന്മാരെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പായിട്ട് പോലും ആ പാർട്ടിക്കകത്ത് കടുത്ത പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റ് ജില്ലകളിലെ കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുമ്പോഴേ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ CPM-നകത്ത് കടുത്ത പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.